പല ക്ലയൻസ് വരുമ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ മുമ്പൊരു തെറാപ്പിക്ക് പോയി 3-4 സെഷൻ എടുത്തു, അത്രയ്ക്ക് വർക്കായില്ല. ശരിയായിരിക്കാം, തെറാപ്പിസ്റ്റ് ആയിട്ട് റാപ്പോ ബിൽഡ് ആയില്ല, റിസൾട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ഓൾ ദ റൈറ്റ് ടു ചേഞ്ച് യുവർ തെറാപ്പിസ്റ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം തെറാപ്പി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ചിലപ്പോൾ 2 സെഷനിലോ 3 സെഷനിലോ ഒരു പക്ഷേ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റെതായ ഒരു സമയം എടുക്കാം. നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ക്യാരി ചെയ്യുന്ന ഒരു വോണ്ടായിരിക്കാം തെറാപ്പിയിൽ പോയി അൺപാക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു ട്രോമ അൺപാക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിന്റെ ഇമോഷൻസ് നിങ്ങളെ ബാധിക്കാം. നിങ്ങളെ വേദനിപ്പിക്കുന്ന പോലത്തെ ട്രിഗേഴ്സ് ഉണ്ടാവാം. എപ്പോഴും തെറാപ്പി കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഓവർവെൽഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ക്യാൻ ബി എ റെഡ് ഫ്ലാഗ്. പക്ഷേ ടോക്ക് ടു യുവർ തെറാപ്പിസ്റ്റ് അബൌട്ട് യുവർ എക്സ്പെക്ടേഷൻസ് ആൻഡ് മനസ്സിലാക്കുക തെറാപ്പി ഒരു പ്രോസസ് ആണെന്നും അതിൻ്റെതായ ഒരു സമയം എടുക്കുന്നു. ചില ആളുകൾക്ക് ചിലപ്പോൾ 1-2 സെഷൻസിൽ മാറ്റം കണ്ടേക്കാം, ഒരിക്കലും കാണില്ല എന്നല്ല. പക്ഷെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാറ്റം കാണണം എന്നുണ്ടെങ്കിൽ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു പ്രോബ്ലത്തിൽ വർക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇസ് എ കമ്മിറ്റ്മെന്റ്. കം ടു എ ക്ലാരിറ്റി. എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. മേ ബി കീപ്പ് എ നോട്ട് ഓഫ് ഇറ്റ്. സോ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് സാധിക്കും. എത്രത്തോളം മാറ്റങ്ങൾ വന്നു എന്ന് അന്നേരം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു പെർഫെക്റ്റ് വൈറ്റ് ബോർഡ് വിത്തൗട്ട് എനി ഡോട്ട്സ്, അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ ആവണം എന്നില്ല ഹീലിംഗിന്റെ അർത്ഥം. ചെറിയ പ്രോഗ്രസ് ആണെങ്കിൽ പോലും ഇറ്റ് ഇസ് എ പ്രോഗ്രസ്. ബട്ട് ഗിവ് യുവർ സെൽഫ് ഇനഫ് ടൈം.